നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മണ്ണാത്തി പക്ഷി അല്ലെങ്കിൽ ഓറിയൻ്റൽ മാക്പൈ റോബിൻ എന്ന പക്ഷിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ശുഭസൂചകമായി കണക്കാക്കുന്നു. ഏറ്റവും കൂടുതൽ നല്ല വാർത്തകൾ വരാൻ സാധ്യത, സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ, സന്ദർശകർ, വാർത്തകൾ എന്നിവയൊക്കെ എത്തുന്ന ഒരു ശുഭസൂചകമായിട്ടാണ് ഈ മണ്ണാത്തി പക്ഷി അല്ലെങ്കിൽ ഓറിയൻ്റൽ മാക്പൈ റോബിൻ എന്ന് പറയുന്ന പക്ഷി വന്നിരിക്കുന്നത്. പക്ഷി ശാന്തമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ നല്ല സമാധാനം വരികയും നല്ല ഊർജത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ മണ്ണാത്തി പക്ഷി അല്ലെങ്കിൽ ഓറിയൻ്റൽ മാക്പൈ റോബിൻ എന്ന് പറയുന്ന പക്ഷി കൂവുകയോ ചുറ്റിപ്പറക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുതിയ വാർത്ത എത്തുന്നതായിട്ടും വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശുഭലക്ഷണം അല്ലെങ്കിൽ ഗുഡ് സൈൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് പക്ഷി ശാന്തമായിട്ടിരിക്കുകയോ വീട്ടിൽ കുറച്ച് സമയം തങ്ങുകയോ ചെയ്താൽ ഭാഗ്യം, നല്ല വാർത്ത, സമൃദ്ധി വരും എന്നാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ സന്ദേശം എത്തുന്നു, ആരോ വരാൻ പോകുന്നു, കൂടാതെ പ്രധാന വിവരങ്ങൾ ലഭിക്കാൻ പോകുന്നു. ഈ പക്ഷികളെല്ലാം ദൂതന്മാരായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ കരിമ്പക്ഷി അല്ലെങ്കിൽ കറുപ്പ് നിറം എന്നറിയപ്പെടുന്ന ഈ പക്ഷിയെ ചിലർ ശനിദേവനുമായി ബന്ധിപ്പിക്കുന്നു. കഷ്ടപ്പാടിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നു എന്നാണ് നമുക്ക് സൂചന. അതുപോലെ തന്നെ പക്ഷിയുടെ ശബ്ദങ്ങൾ വീട്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും പുതിയ അവസരങ്ങൾ വരുവാനും ഇടയുണ്ട്. പക്ഷി വന്നിരിക്കുന്ന സ്ഥലം അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ മാറ്റങ്ങളെ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പുതിയ അവസരങ്ങൾ, വാതിലിൻ്റെ അടുത്ത് ഈ പക്ഷി വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ അവസരങ്ങൾ വരുന്നതായിട്ടും സന്ദർശകർക്ക് ഏറ്റവും കൂടുതൽ നല്ല വാർത്തകൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ടും ജീവിതത്തിൻ്റെ പുതിയ തുടക്കമായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ പക്ഷി മുറിയിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുന്നു, സന്തോഷകരമായിട്ടുള്ള വാർത്തയല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ മേൽക്കൂര, മതിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഈ പക്ഷി വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർച്ച, വളർച്ച, ഭാഗ്യം വർദ്ധിക്കുന്നു. സാമ്പത്തികപരമായിട്ട് കരിയറിൽ നല്ല വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. അടുക്കളയിൽ വന്നിരിക്കുകയാണെങ്കിൽ സമൃദ്ധി, ഭക്ഷണ സമ്പത്തും വീട്ടിൽ സമാധാനവും ഒക്കെ ആയിട്ടിരിക്കുന്നെന്ന് പറയാം. പിന്നെ അടുത്ത് നമ്മുടെ ജാലകം അഥവാ വിൻഡോയിൽ വന്നിരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വാർത്തകൾ അല്ലെങ്കിൽ നല്ല വാർത്തയല്ലെങ്കിൽ നല്ല അവസരം എത്തുന്നു എന്നതിൻ്റെ ഉള്ള ഒരു ഊഹമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറുത്ത പക്ഷി വന്നിരുന്നാലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ മണ്ണാത്തി പക്ഷി വന്നാലിരുന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടും ഇനി എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ടും നമ്മുടെ ടോപ്പിക് ഇന്ന് ഈ മണ്ണാത്തി പക്ഷി വന്നിരുന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങളും ഈ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യുക നോക്കുക. ഈ മണ്ണാത്തി പക്ഷി വന്നിരുന്നാൽ എന്തൊക്കെ അവസരങ്ങളാണ്, ജീവിതത്തിലെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുവരെയും ബൈ ബൈ.